നല്ല പടം, അടിപൊളി പടം. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യത്യസ്ത പടമാണ്. സൂപ്പർ പടമാണ്. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. സൂപ്പർ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പ്രഭാസ് സാറിന്റെ കമ്പാക്ക് തന്നെയാണ്. VFX എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മിത്തോളജിയൊക്കെ ബ്ലെൻഡ് ചെയ്ത രീതിയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട് കടക്കുവാണ്. അത് എങ്ങനെ പോകുന്നു കാണാം. എന്തായാലും നല്ല ഹോപ്പുള്ള ഒരു യൂണിവേഴ്സാണ് ഇപ്പോൾ. കൊള്ളാം, നല്ല പടം. ഇഷ്ടപ്പെട്ടത് നല്ല അമിതാഭ് ബച്ചൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ VFX-ന്റെ ഒക്കെ ആണ്. നല്ല കൊള്ളാം, പടം കൊള്ളാം. നമുക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെ. നല്ലതായിരുന്നു പടം. കടത്തിന് ഒരു നമ്മളെ മറ്റേ സലാറൊക്കെ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നിൽക്കുന്നത്. നല്ല പടം, കാണേണ്ട ഒരു പടമാണ്. സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഇന്ത്യൻ സിനിമയുടെ ഒരു VFX ഒക്കെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാസിന്റെ ക്യാരക്ടർ, പിന്നെ വിജയ് ദേവരകൊണ്ടൊരു ക്യാരക്ടർ എല്ലാം നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് സ്റ്റോറി ബിൽഡപ്പ് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ട് ഹൈ ആക്കുകയാണ് പടം. സെക്കൻഡ് ഹാഫ് ഫുൾ പൊട്ടൻഷ്യൽ, ഇന്ന് നമ്മുടെ ഹിന്ദു പുരാണത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇല്ല, ആ പ്ലോട്ടിന്റെ ഒരു പൊട്ടൻഷ്യൽ ഈ പടം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കമലഹാസനായപ്പോലും നല്ല ക്യാരക്ടറാണ് പുള്ളിയുടെയും. ഒരു രക്ഷയില്ല, നല്ല പടം. വിഷ്വലി 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐമാക്സിൽ കാണേണ്ട സിനിമ യഥാർത്ഥം ഐമാക്സിൽ കണ്ടതിന് അല്പം കൂടെ ഒരു റിച്ച് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ആരെയും പേര് എടുത്ത് പറയാനില്ല, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അവസാനം 1.5 മണിക്കൂർ ഒരു രക്ഷയില്ല. സൂപ്പർ മൂവിയെ సూపర్ అండి. మూవీ ఈజ్ అల్టిమేట్, సూపర్, అసలు ఎక్సలెంట్. అది 100 days పక్కా. నెక్స్ట్ ఎవ్రీ రోల్ ఈజ్ వెరీ వెరీ బాగుంది. ఎవ్రీ రోల్, ఈవెన్ ప్రభాస్ రోల్ బాగుంది. ఈవెన్ ప్రభాస్ అంటే ప్రభాస్ తనకి ఎట్లా ఉందంటే ఇదివరకు అయితే పిక్చర్స్కి బాగోలేదు కానీ ఫేస్ లుక్, ఈ కల్కి లుక్ అయితే కనుక బాగుంది. అమితాబ్ బచ్చన్ అయితే అల్టిమేట్. ఈక్వాలిటీ అంటే ఏజ్ కనపడట్లేదు, తన ఏజ్ కనపడకుండా ఈక్వల్గా బాగా చూపించాడు అమితాబ్ బచ్చన్. యాక్చువల్గా కేరళ వచ్చి చూస్తున్నాం కానీ పిక్చర్ మాత్రం అల్టిమేట్. భారతం అంతా బాగా చూపించారు. ஹாலிவுட் ரேஞ்சில் இருக்கு. செம ப்ரோ, என் ட்விஸ்ட். നല്ല സൂപ്പർ പടമാണ്. നല്ല രീതിയിലാണ് ചെയ്ത. പക്ഷേ പ്രഭാസ് കുറെ കാര്യങ്ങളിൽ ആപ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷെ ബാക്കിയുള്ള രീതിയിലും ഫൈറ്റ് ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും VFX ഒക്കെ കിട്ടില്ല, നല്ല കിട്ടില്ല വരിക. പിന്നെ ക്ലൈമാക്സ് സൂപ്പറാണ്. സെക്കൻഡ് പാർട്ടിനുള്ള രീതിയിലാണ് അവർ നിർത്തണം. പക്ഷെ അതൊക്കെ സെറ്റാണ് കേട്ടോ, തീപ്പൊരു സാധനമാണ്. കുറച്ചുകൂടെ പ്രഭാസിനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ആക്കാമായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എടുത്തു പറയാൻ ഇതിന്റെ മേക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിയുടെ ഐഡിയാസ്, ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയാസ് കൊണ്ടുവന്ന ആ ഒരു വേൾഡ് ബിൽഡിങ്ങും എല്ലാം നൈസായിട്ട് ഒരു വിഷ്വൽ എക്സ്ട്രാവാഗൻസ് തന്നെയാണ്. തിയേറ്ററിൽ കാണേണ്ട ഒരു പടം. പെർഫോമൻസും നല്ല, അമിതാഭ് ബച്ചനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭാസും കൊള്ളാം. സീരിയസ് അടിപൊളി പടമാണ്. BG സന്തോഷ് നാരായണൻ, കമലഹാസൻ, അമിതാഭ് ബച്ചൻ മൂന്നുപേരും തകർത്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടോ? നല്ല വിഷ്വൽ ട്രീറ്റ്. ഒരു 3 മണിക്കൂർ പോകുന്നത് അറിയത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പടം സൂപ്പറാണ്. ഒപ്പം മസ്റ്റ് വാച്ചബിൾ ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പടം തീരുന്നില്ല. സെക്കൻഡ് പാർട്ട് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, അവർ യൂണിവേഴ്സലായിട്ട് ചെയ്യാൻ പോകുന്നൊരു പരിപാടി. അവർ ലാസ്റ്റ് അങ്ങനെ കാണിച്ച് വിടുന്നേ പടം. പിന്നെ കമലഹാസനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വിഷ്വൽ ട്രീറ്റ് ആണ് പടം. VFX ഒക്കെ ഒരു രക്ഷയില്ല. നമ്മളെ 3D ശരിക്കും തിയേറ്ററിൽ പോയി തന്നെ കാണണം, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി പടം, നൈസ് പടം. അതായത് എന്താ പറയാ, തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്താ പറയാ നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കാം. പിന്നെ എന്താ പറയാ, നമ്മുടെ ഇന്ത്യൻ എപ്പിക്കിൽ നിന്നുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പിക്കിൽ ആ റെഫറൻസും കാര്യങ്ങളൊക്കെ അവരെന്താ പറയാ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മെയിൽ ആക്ടേഴ്സിൽ ഏറ്റവും നല്ല അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചന്റെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് തന്നെ പറയാം. അങ്ങേ അറ്റം പുള്ളി ഈ ഒരു ഏജിലും ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട് അമിതാഭ് ബച്ചൻ. ആ പുള്ളി തന്നെയാണ് ഏറ്റവും സ്കോർ ചെയ്തേക്കുന്നത് മെയിൽ ആക്ടേഴ്സിൽ. അതുപോലെ ഫീമെയിൽ ആക്ടേഴ്സിലാണെന്നുണ്ടെങ്കിൽ ശോഭന, മലയാളത്തിൽ ശോഭന നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം നല്ല സാധനമാണ്. അത് 3 മണിക്കൂറുണ്ട് ഡ്യൂറേഷൻ. ഈ 3 മണിക്കൂർ ഡ്യൂറേഷനിൽ നമുക്ക് എന്താ പറയാ ബോറോ ലാഗോ ഒന്നുമില്ല. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് ഹാഫിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ് സെക്കൻഡ് ഹാഫ്. 2 ഹാഫ് 2 രീതിയിലാണ് അവർ പോർട്രേ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സെക്കൻഡ് ഹാഫിലോട്ട് നമ്മുടെ അവസാനത്തിലോട്ടൊക്കെ പോകുമ്പോൾ പടം വേറൊരു ലെവലാണ്. വേറൊരു ലെവലെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ല, അന്യായ ലെവൽ, വേറൊരു സാധനമാണ്. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ പെർഫോമൻസ് കുറച്ചേ ഉള്ളൂ, പക്ഷെ നന്നായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. DQ നന്നായിട്ടുണ്ട്, ദീപിക പദുകോൺ, എല്ലാവരും കൊള്ളാം. പക്ഷെ ഏറ്റവും അതായത് എന്താ പറയാ അതിഗംഭീരം എന്ന് പറയുന്ന പെർഫോമൻസ് അമിതാഭ് ബച്ചൻ്റെതായിരുന്നു മെയിൽ ആക്ടേഴ്സിൽ. ഫീമെയിൽ അതുപോലെ ശോഭനയുടെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ തിയേറ്റർ വന്ന് കാണാം. കൂടുതൽ നല്ല മേക്കിംഗ് ആണ്, അടിപൊളിയാണ്. നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ വരും. എങ്ങനെ കഥയൊക്കെ അടിപൊളിയായിട്ടാണ്, അടിപൊളിയാണ്. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് തിരിച്ചുവരവ്
പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പ്രഭാസ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിചാരിച്ച പോലെ എത്തിയില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പൊളിച്ചടിക്കുകയാണ്. അമിതാഭ് ബച്ചനായിരുന്നാലും ശരി തന്നെ വേറെ ലെവലാക്കിയാണ് കാണിച്ചേക്കുന്നത് സിനിമയിൽ. സൂപ്പർ പടം. നന്നായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. ബഡ്ജറ്റ് അവിടെ പോയി കാണാൻ പറ്റും. കാണാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. 3D ഒക്കെ നല്ല എഫക്റ്റ് ആണ്. കണ്ടാൽ മനസ്സിലാവും. ഉടായി പടമല്ല, നല്ല പടം. നല്ല ഇഷ്ടപ്പെട്ട് നന്നായിട്ട് എടുത്ത് നല്ല ക്ലീൻ ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ്. ഓവറോൾ നൈസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഇച്ചിരി പാട്ടുകൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് ലാഗ് ഫീൽ ചെയ്തു. ഡയലോഗ് ചിലപ്പം നമുക്ക് ഡയലോഗ് ഇങ്ങനെ മാറ്റിയതിന്റെ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തതിന്റെ ഒരു ഇതായിരിക്കാം. ഗുജിയുടെ ക്യാരക്ടറിന്റെ കുറച്ച് ഡയലോഗൊക്കെ ഭയങ്കര ചളിയായി തോന്നി ഓവറോൾ. പക്ഷെ അതല്ലാതെ ബാക്കി പടം ഓവറോൾ ഭയങ്കര ഇതായിരുന്നു, കൊള്ളായിരുന്നു. എനിക്ക് അമിതാഭ് ബച്ചൻ തൂക്കി എറിഞ്ഞു. ഒരു കാര്യം പറയാം, ദ ഹോൾ മൂവി വാസ് ഹിസ് അപ്പിയറൻസ്. ആ ഒരു ക്യാരക്ടറിനെ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഫൈനൽ പാർട്ടിൽ വരുമ്പോഴേക്കും നമ്മളെ കമലഹാസനെ കാണുകയാണെങ്കിലും വാസ് ടോട്ടലി വേറൊരു ലെവലായിരുന്നു. ആൻഡ് കുറെ നല്ല ക്യാമിയോ സീൻസ് ഉണ്ട്. ഇതിന് എനിക്കൊന്നേ പറയുള്ളൂ, ആദിപുരുഷൊക്കെ ഇത് വെച്ച് നോക്കുമ്പോഴേക്കും ഇത് വേറെ ലെവലാണ്. പ്രഭാസ് വാസ് ലൈക്ക് സോ നൈസ്. അത് കണ്ടിട്ട് അതിനകത്തൊരു ആദിപുരുഷിലെ ഒരു ഇത് കണ്ടിട്ട് ഇതിനകത്തൊരു സീന് വരുന്നുണ്ട്. സോ നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ ആദിപുരുഷൊക്കെ എൻ്റെ മുന്നിൽ ഒന്നുമല്ല. പ്രഭാസ് തിരിച്ചു വന്നു. സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, നമ്മുടെ പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷം ഒത്തിരി സിനിമയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സലാർ എല്ലാം പോയിട്ട് കണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. ഞാൻ 3D കണ്ടത്. ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. മലയാളം ഡബ്ബാണ് കണ്ടത്. കുഴപ്പമില്ല, അങ്ങ് കൈരളി TV പോലെ മോശമാക്കിയില്ല, കൊള്ളാം.